വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഖൗയായ് ഫോറസ്റ്റാണ്. അപ്പം ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഖൗയായ്. ഇപ്പം പോകുന്ന വഴിക്ക് ഖൗയായ് എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയാണ്, ഫുള്ളി ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും ഫുള്ള് ഇങ്ങനെ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന മരങ്ങളാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ ഖൗയായ് നാഷണൽ പാർക്കിലേക്ക് ഇങ്ങനെ എത്തുക. അവിടെ നാഷണൽ പാർക്കിൽ എന്ന് പറഞ്ഞാൽ ടൈഗർ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് എന്താ പറയുക, മാനുണ്ട്, പിന്നെ എലിഫൻ്റ് ഉണ്ട് മെയിനായിട്ട്, പിന്നെ മങ്കീസ് അങ്ങനെയൊക്കെ. പിന്നെ ബാക്കി ഇങ്ങനെ ടൈഗർ അങ്ങനത്തെ ഒരു ഫോറസ്റ്റേ അല്ല ഇത്. പിന്നെ ഇത് കുറച്ചൊരു ഡ്രൈ ഫോറസ്റ്റാണ്. ഡ്രൈ ഫോറസ്റ്റ് ആയതുകൊണ്ട് തീ പിടിക്കാനും എളുപ്പമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ വ്യൂ പോയിൻറ്റിലേക്ക് എത്തി. വ്യൂ പോയിൻറ്റിൽ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇവിടെ നിന്നാൽ ഏതൊരു ഭയങ്കര ഹില്ലി ഒരു ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യൂ പോയിൻ്റ്. അപ്പം ഇവിടെ നിന്നാൽ നമുക്ക് താഴെയുള്ള ഗ്രാമങ്ങളും ചുറ്റുമുള്ള മരങ്ങളും മലകളും ഒക്കെ കാണാൻ പറ്റും. അതിനുശേഷം നമുക്കിവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല കിടിലം ഫോട്ടോസ് കിട്ടും, നല്ല വ്യൂ ആണ്. അപ്പം പിന്നെ അതിൻ്റെ താഴെ ഒരു ചെറിയൊരു കുഞ്ഞി ഡാം പോലെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. അപ്പം ഇതാണ്. അപ്പം ഡാം ഒരു അതായത് വാട്ടർ സോഴ്സ് കുറേ ഉണ്ട്. പിന്നെ ഫുള്ള് വീടുകളും താഴത്തെ ഈ മലയുടെ അടിവാരങ്ങളിൽ കുറേ ഇതൊക്കെയുണ്ട്. പിന്നെ ഫോറസ്റ്റിനെ പറ്റി, ഖൗയായ് ഫോറസ്റ്റിനെ പറ്റി ഒത്തിരി ലാംഗ്വേജുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷിലുമുണ്ട്, തായിലും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എവിടേക്കോ ഞാൻ മ്യാൻമാറിലും കണ്ടു. എനിവേ ഭയങ്കര അടിപൊളിയായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്കത് കണ്ടിട്ട് മതിയാവുന്നില്ല. അപ്പം ഞാൻ കുറച്ചും കൂടി വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല ഭംഗിയുണ്ട് ശരിക്കും ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇങ്ങനെ കുറച്ച് മങ്കീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഭയങ്കര ചൂട് കാരണമാണെന്ന് തോന്നുന്നു അവർ പുറത്തേക്ക് വരാതെ കുറച്ച് കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. പക്ഷേ എന്നാൽ പോലും അവരവിടെ യൂറിനൽസും, അതായത് ഇത്രയും ആൾക്കാരൊക്കെ വരുന്നത് കൊണ്ട് യൂറിനൽസും ടോയ്ലറ്റ് സൗകര്യമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നേരെ നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകും. അപ്പം സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന വനത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള റോഡുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം വണ്ടികളൊക്കെ ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അപ്പം ചുറ്റൊക്കെ അവർ വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി റോഡിന് ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഏതെങ്കിലും ഒരു നൂറ്റാണ്ട് കാലത്താണ് നമ്മളത് ആ ഒരു മെയിൻ്റനൻസ് ഒക്കെ ചെയ്യത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എപ്പോഴും ഫോറിനേഴ്സും ടൂറിസത്തിന് കുറച്ച് മുൻഗണന കൊടുക്കുന്നത് കൊണ്ട് എപ്പോഴും റോഡുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കും. റോഡുകൾ മാത്രമല്ല, എല്ലാ ഫെസിലിറ്റീസും ഇവർക്ക് ഒരു കാടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാടാണ്. അപ്പം അതിനുശേഷം ഞങ്ങൾ ഫസ്റ്റ് ഒരു ഏരിയയിലെത്തി. അതായത് അവിടെ ഇങ്ങനെ ഖൗയായ് ഫോറസ്റ്റിനെ പറ്റിയൊക്കെ കുറേ ഇങ്ങനെ എഴുതി വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ ഇവരിങ്ങനെ കുറച്ചൊക്കെ കുറേ അട്രാക്ഷൻസ്, അതായത് മാൻമെയ്ഡ് ആയിട്ടുള്ള അട്രാക്ഷൻസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു തൂക്കുപാലമുണ്ട്, ഹാങ്ങിങ് ബ്രിഡ്ജ്. അപ്പം തൂക്കുപാലത്തിൽ താഴെ ഒരു ചെറിയൊരു കുഞ്ഞി തോട് പോലെയുണ്ട്, അരുവി. അപ്പം അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. അവിടെ എന്താ പറയണ്ടേ, നമ്മുടെ കുളക്കോഴി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ തുള്ളി കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട് ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട്. അപ്പം അവരത് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട്. അതാണ് അതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു വാട്ടർ സോഴ്സ് ഉണ്ടെങ്കിൽ അവരത് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ കുളക്കോഴി. അപ്പം ഞാൻ ചുമ്മാ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമില്ലേ? ഓക്കെ. അപ്പം ഇങ്ങനത്തെ കുറേ ഇങ്ങനെ അപ്പം ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് എന്താ പറയുക, ആ ഹാങ്ങിങ് ബ്രിഡ്ജിലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് നടന്നു. അതിന് ശേഷം ശരിക്കും 10 പേർക്കാണ് മാക്സിമം അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുക. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതിലെ കൂടെ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു.
വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ ശരിക്കും ഇത് ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലാണ്. ചൂട് കാരണം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതിലേക്കൂടെ ഇങ്ങനെ കറങ്ങി നടന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെയും നിങ്ങൾ കാണാൻ പറ്റും, ഇവിടെ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അവരുടെ ഫോറസ്റ്റ് ഓഫീസും അവരുടെ വേറെ കുറേ എന്തൊക്കെയാണെന്ന് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. അവരുടെ കുറേ ഗവൺമെൻറ് ഓഫീസസും ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെയുണ്ട്. കണ്ടോ ഒരു ബട്ടർഫ്ലൈ. അപ്പം ഞാൻ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ടും കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തണുപ്പുണ്ട്, വാട്ടർ സോഴ്സ് ഉള്ളതുകൊണ്ടായിരിക്കും കുറച്ച് തണുപ്പുണ്ട് ഇവിടെ. കാണാൻ ഭയങ്കര ഗ്രീനറിയാണ്, ആ വാട്ടർ സോഴ്സിൻ്റെ ചുറ്റും ഭയങ്കര ഗ്രീനറി. അപ്പം അതിന് ശേഷം കൗയായി എന്നൊക്കെ എഴുതി വെച്ചിട്ട് അവിടെ ഒരു ഫോട്ടോ സ്പോട്ടുണ്ട്. അപ്പം അവിടെ ഒരു ആന നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഒറിജിനൽ പോലെ തോന്നും, പക്ഷെ ഡ്യൂപ്ലിക്കേറ്റാണ്. പിന്നെ അവിടെ കുറച്ച് ഫോട്ടോ ഫ്രെയിംസൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ആ ഫോട്ടോ ഫ്രെയിംസിലൊക്കെ നിൽക്കാനുള്ള എല്ലായിടത്തും പോയി നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, ഭയങ്കര വെയിലവിടെ. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇതിൽ ആനയിൽ തൂങ്ങിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അധികം തൂങ്ങാൻ പറ്റില്ല, ആനയ്ക്ക് വലിയ ഇതൊന്നുമില്ല. ഞാൻ തൂങ്ങിക്കഴിഞ്ഞാൽ ഞാനും ആനയും കൂടെ താഴെ പോവും. ഞങ്ങൾ ജസ്റ്റ് അവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. നല്ല രസമുണ്ട്. കൗയായിനെ പറ്റി അവർ ഭയങ്കരമായിട്ട് അതിന് കുറച്ച് നല്ല പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ വന്ന ആൾക്കാർ ഇതെല്ലാം കണ്ട് അതിന് ശേഷം ഇതൊരു സ്പോട്ടാണ്. ഇതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവുക. അപ്പം പോകുന്ന വഴിക്കൊക്കെ കുഞ്ഞു ലേക്കുകളുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒത്തിരി കുഞ്ഞു ലേക്കുകൾ. അപ്പം ഇവിടെ മൃഗങ്ങളൊക്കെ മിക്കവാറും ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വരും. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതാ ആനക്കൂട്ടം. അപ്പോൾ ആനക്കൂട്ടത്തെ കണ്ടു. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു പുള്ളി കുറേ കാലമായിട്ട് ഇവിടെ വന്നിട്ട് ഇന്ന് വരെ ഒരൊറ്റ മൃഗത്തെ പോലും കണ്ടിട്ടില്ല. പക്ഷേ ഇത്തവണ കുറേ ആനകൾ കണ്ടോ, എന്തോരം ആനകളാണ്, 10-16 ഒരുമിച്ച്. പക്ഷെ എല്ലാവരും ഭയങ്കര അലമ്പാന്ന് തോന്നുന്നു, പൊടിയൊക്കെ പറത്തി. നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി ഇവർ ഫെയറാണ് കേട്ടോ. കളർ കുറച്ചും കൂടി കുറവാണ്. നമ്മുടെ കരിവീരെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് കളർ കുറവാണ് ഇവർക്ക്. അപ്പം ഇവരിങ്ങനെ കണ്ടോ കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ, ഭയങ്കരമായിട്ട് എന്താ പറയുക, മണ്ണെല്ലാം വാരി മേത്തൂടിയിട്ട് അങ്ങനെ കളിക്കുകയാണ്. അപ്പം ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പം ഇങ്ങനെ വളരെ അപൂർവമായിട്ടാണ് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുക, ഇത്രയും ആനകളെ. അപ്പം ഒത്തിരി ആൾക്കാർ അവിടെ ഇങ്ങനെ ഇതൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയും അവിടെ വാട്ടർ സോഴ്സ് ഉണ്ട്. അവിടെ ആൾക്കാർ അവിടെ ഇങ്ങനെ ഇരിക്കുകയും അവിടെ കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അടുത്ത ഒരു സ്പോട്ടിലെത്തി ഞങ്ങൾ. അവിടെ ഒരു മാൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് ആൾക്കാരിങ്ങനെ ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, ഭയങ്കര അടിപൊളി. അപ്പം ഇതൊരു ഫോറസ്റ്റ് ഓഫീസ് ട്രെയിനിങ് സെൻറ്ററും കൂടിയാണ്. അപ്പം നമുക്കവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. എനിക്ക് എന്തായാലും ആ മാനിൻ്റെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണം, അതിൻ്റെ കൂടെ നിന്നൊരു വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാം ആ പെൺകുട്ടി എണീറ്റ് പോകാൻ വേണ്ടി. അപ്പോൾ ഉള്ള സമയം കളയാതെ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒരു സെൽഫിയൊക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ ഞാനും മാനും കൂടി അടിപൊളി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് പിന്നെ മാനിനെ ഒറ്റയ്ക്ക് വെച്ച് എടുത്തു. അതിന് ശേഷം ഞാൻ ഫോറസ്റ്റ് ഓഫീസറെ കാണുവാണ്. Yes, where you are from? India. Oh, from India. Yeah. We are from India. We are working here. Oh, you working where? Samutsagon. Calcom. Samutsagon province. Samutsagon province, you know. Samut Prakan province. Samutsagon. Samutsagon. No, Samut Mahachai. Mahachai, Samut Prakan. Okay. This is my YouTube What channel. What do you work in Thailand? I'm IT field. Sorry. IT. 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 Yeah. Yep. Okay. We are you do, Same company. live. We are working same company. You do the live camera now? 60. But we finish at the fiscal year in Thailand. So the finish of fiscal year is the end of September. Okay. So the 1st October free. Free, right? Yes. So where is your family? I have family in Khon Kaen province. Konkan province. Yes, 340 kilometers from here. 340. Yes, yeah. Yeah, in Yeah. Konkan. Okay, nice to meet you. Yes, nice to meet you. yes, of course. Okay.
ഞാൻ ഇറങ്ങുമ്പോൾ ഇതാ ഒരു കലമാൻ അവിടെ നിൽക്കുന്നു. പേടമാനെ കാണാനുമില്ല. ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പുള്ളിയുടെ മൂഡ് അത്ര ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. ചെറിയൊരു പേടി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഏരിയയിലേക്ക് ഞാനിങ്ങനെ പോവുകയാണ്. അപ്പം അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഒരു വാട്ടർഫോൾ ഉണ്ട് അവിടെ. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പം പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് രസമാണെന്നറിയാം കാണാൻ. കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന റോഡുകളും ആ റോഡിൽ ഇങ്ങനെ കുറച്ച് വണ്ടികളേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഭയങ്കര ഭംഗി. റീൽസൊക്കെ എടുക്കാൻ നല്ല രസമാണ്. ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ പോകാൻ പറ്റും. നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് തന്നെ പോകാൻ പറ്റും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മളിപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് തന്നെ പോകാൻ പറ്റും. കണ്ടോ, നല്ല രസം. സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന റോഡുകളും. റീൽസൊക്കെ എടുക്കാൻ അടിപൊളിയാണ് ഈ ഏരിയ. ഇവിടെ നിന്ന് ഇങ്ങനെ റീൽസൊക്കെ എടുത്ത് പൊളിച്ച് പോകാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെ വാട്ടർഫോൾസിനോട് ഏകദേശം അടുത്ത്. ഞങ്ങൾ ആ ഇറങ്ങിയ ലൊക്കേഷനിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. 20 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഈ വാട്ടർഫോളിൻ്റെ പേര് ഹ്യൂ നറോക്ക് വാട്ടർഫോൾ എന്നാണ്. ഹ്യൂ നറോക്ക് വാട്ടർഫോൾ. അപ്പം ഇവിടെ വണ്ടി നിർത്തി ഇനി കുറച്ച് ദൂരമുണ്ട് ആ വാട്ടർഫോളിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് പോകണം. ആ ലൊക്കേഷനിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇതൊരു നാച്ചുറൽ വാട്ടർഫോൾ. അപ്പം ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഇവർ ഉണ്ടാക്കിയതല്ല. ആ വാട്ടർഫോളിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചേക്കുന്നത് നംതോക്ക് ഹ്യൂ നറോക്ക് വാട്ടർഫോൾ. അപ്പം അങ്ങോട്ടേക്കുള്ള വഴിയാണ് കിടുക്കൻ. അതായത് ചെറിയ നമുക്ക് നടക്കാൻ പറ്റുന്നത്, വണ്ടിക്ക് പോകാൻ പറ്റില്ല, 2 വീലറിനൊക്കെ പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവിടം വരെ പോകാൻ പറ്റും. സ്റ്റെപ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെ സിമെൻറ്റ് കൊണ്ട് അങ്ങോട്ടേക്കുള്ള നടപ്പാത ആക്കിയിട്ടുണ്ട്. കാടിൻ്റെ ഉള്ളിൽ കൂടി തന്നെയാണ് പോകുന്നത്. അവരത് ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊന്നും വലിച്ചെറിയാൻ പറ്റത്തില്ല. അപ്പം ഇതിലേ കൂടെ ഇങ്ങനെ ഒറ്റയടി പാതയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ പറ്റും. അവിടെ ഇത് കണ്ടോ, ആൾക്കാരൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. കുറേ ആൾക്കാർ നടന്ന് തിരിച്ചു വരുന്നുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇവിടെ അടുത്തായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ നടക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങ് നടന്നിട്ടും എത്തുന്നില്ല എന്നുള്ളത്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ സ്റ്റെപ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ പോകുന്ന വഴിക്കൊക്കെ കുറേ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ലൊക്കേഷൻസ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ പോകുമ്പോൾ കണ്ടില്ലേ, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. കാടിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നത് ഒരു പ്രത്യേക ഫീലാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഭീകര വനമൊട്ടല്ലാതാനും, എന്നാലും അത്യാവശ്യം ജീവികളൊക്കെ ഉള്ള വനമാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടന്ന് പിന്നെ ആൾക്കാരൊക്കെ അധികം ഉള്ളതുകൊണ്ട് മൃഗങ്ങൾ റോഡ് സൈഡിലേക്ക് അങ്ങനെ വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് കണ്ടോ, തൂങ്ങിക്കിടക്കുന്ന വള്ളികൾ കണ്ടോ. ഇതിൽ കയറി ഒന്നിരുന്ന് ആടാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരാട്ടം ആടിയിട്ട് അവസാനം വല്ല പാമ്പൊക്കെ തല വീണെങ്കിലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അപ്പുറത്ത് പോയി വീണെങ്കിൽ എന്നെ ആ കൊക്കയിൽ നിന്ന് പെറുക്കിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ ശ്രമം ഞാനങ്ങോട്ട് ഉപേക്ഷിച്ചു. എന്നിട്ട് നേരെ അങ്ങോട്ട് നടന്നു. അപ്പം ഇവിടെ ഇതൊരു പുഴയുണ്ട്. ആ പുഴയുടെ മുകളിൽ കൂടി ഒരു പാലവും ഉണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ വറ്റി വരണ്ട പുഴയാണ്. വലിയ വെള്ളമൊന്നുമില്ല, ഫുള്ള് വരണ്ട് കിടക്കുക, ഒട്ടും വെള്ളമില്ല. അപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ വാട്ടർഫോൾസിലും എങ്ങനെയാകും എന്നറിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് വരുന്ന ആളോട് ഒന്ന് ചുമ്മാ ചോദിച്ചു. അയാളപ്പോൾ പറഞ്ഞ് വെള്ളമില്ലാന്ന്, വാട്ടർഫോൾസ് കാണാനില്ല. വാട്ടർഫോൾസിന് മറ്റേ ഇതൊക്കെ ഉണ്ട്, കുന്നും മലയൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളമില്ല. ഞാൻ എന്തായാലും ഇവിടെ കുറച്ചിങ്ങനെ കെട്ടിക്കിടക്കുന്ന കുറച്ച് വെള്ളം എടുത്ത് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു പുഴയാണ്. അതിന് ശേഷം ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഇത് കണ്ടോ, ഒരു ഭയങ്കര ഭീകര മരം. മരത്തിന് ചുവട്ടിൽ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ ഒരു ഫോട്ടോ എടുക്കാമെന്ന്. അതിന് ശേഷം നടന്ന് പിന്നെ ഇത് കണ്ടോ, വീണ്ടും അടുത്ത ചെറിയൊരു കുഞ്ഞു വാട്ടർ ബോഡി ഉണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ പാലവും ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് വരുമ്പം പറയുന്നുണ്ട് വെള്ളമില്ലയെന്ന്. നമ്മളും
ഓക്കെ അക്സെപ്റ്റ് ചെയ്തു. ജസ്റ്റ് അവിടം വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള പോക്കല്ലേ, നല്ല രസമുണ്ടാവും. അപ്പം ഇങ്ങനത്തെ കുഞ്ഞി തോടുകളും അതിൻ്റെ മുകളിൽ കൂടെയുള്ള പാലങ്ങളും നല്ല രസമുണ്ട്. ആക്ച്വലി ഞാൻ മുമ്പ് പറഞ്ഞാൽ ഇവരിത് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു ദിവസം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിക്കും ഇവിടെയൊക്കെ അധികം നല്ലതാവത്തില്ല. പക്ഷെ അവർ നല്ല അടിപൊളിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ മുമ്പേ കണ്ട പുഴ ഇതാ ഇവിടെയുമുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്നിട്ട്, അവിടെ ഒരു വ്യൂ പോയിൻ്റ് അവർ വെച്ചിട്ടുണ്ട്. ആ വ്യൂ പോയിൻ്റ് അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ ആ പുഴയൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ ഈ വാട്ടർഫോൾസിലേക്ക് കയറിപ്പോകാൻ അവിടെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പം ആ സ്റ്റെപ്സ് കഴിഞ്ഞ് കുറേ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഒന്നുമില്ല ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട്, കയറിപ്പോകുന്നത് വെറുതെ നഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് താഴെ നിൽക്കുന്ന താഴെയുള്ള പുഴയിൽ ആ കെട്ടിക്കിടക്കുന്ന വെള്ളം നല്ല രസമുണ്ട്, അതിന് ചുറ്റും ഭയങ്കര നല്ല ഗ്രീനറി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. തിരിച്ച് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചുള്ള യാത്ര ഞങ്ങൾ ആ വന്ന വഴിയല്ല ആക്ച്വലി പോയത്, അങ്ങോട്ടേക്ക് പോയതിൻ്റെ വേറൊരു വഴി കൂടിയാണ് തിരിച്ചു വരുന്നത്. അപ്പം വീണ്ടും കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു 20 കിലോമീറ്റേഴ്സോളം ട്രാവൽ ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ലേക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഈ ലേക്കിൽ ഭയങ്കര വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇറങ്ങിയില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് ഇറങ്ങി, ഇവിടെ ഭയങ്കര ആൾക്കൂട്ടം. അപ്പം ഞങ്ങളിവിടെ ഇറങ്ങി. ലേക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, നീണ്ടു നിവർന്ന് കിടക്കുക. അപ്പം കുറേ ആൾക്കാർ അവിടെ വീഡിയോസും ഫോട്ടോസും റീൽസൊക്കെ എടുക്കുന്നുണ്ട്. സൂര്യൻ ഓൾമോസ്റ്റ് അസ്തമിക്കാറായി. എല്ലാവരും ഇവിടെ ഇങ്ങനെ കുറേ ഗ്രൂപ്പായിട്ട് വന്ന് വർത്തമാനം പറയുന്നു, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നു. പിന്നെ പ്രത്യേകമായിട്ട് പറയാൻ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഉണ്ട് അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയില്ല. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വാട്ടർ ബോഡിയുടെ അടുത്ത് കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പം ഞാൻ വന്നപ്പോൾ അങ്ങനെ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. വെയിൽ കൂടുതലായതുകൊണ്ടായിരിക്കണം, ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ അതിഭീകരമായ ചൂടാണ്, അതുകൊണ്ടായിരിക്കാം. അപ്പം വെള്ളം കുടിച്ച് ചിലപ്പോൾ പോയിട്ടുണ്ടാവും, ചിലപ്പം രാത്രി ആയിരിക്കും ഇറങ്ങുന്നത്, അങ്ങനെ വല്ലതും ആയിരിക്കും, അറിയില്ല. എന്തായാലും ആനകളെ മാത്രം കണ്ടു. ആനകളെ മാത്രമല്ല, ആനകളെ കണ്ടു, മാൻ, ഒരു പേടമാനെയും കണ്ടു, ഒരു കലമാനെയും കണ്ടു, ഇത്രയൊക്കെ കണ്ടു. പിന്നെന്താ, എന്നിട്ട് ഇങ്ങനെ സൂര്യാസ്തമയവും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ആ ഒരു സീൻ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ കമ്പനിയിലുള്ള ആൾക്കാർ തന്നെ കുറേ പേര് വേറെ ലൊക്കേഷനിലുള്ളവരൊക്കെ കണ്ടു. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഖൗയായി നാഷണൽ പാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൈ, സി യു.